സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. മഗധായ സീസൺ 2-ൻ്റെ നാലാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന എന്താ പരിപാടി എന്ന് വെച്ചാൽ, ഇതാണ് നമ്മുടെ ബേസ് വെക്കാൻ പോകുന്ന സ്ഥലം. അവിടെ ഒരു കടലുണ്ട്, ഇവിടെ ചെറിയൊരു പ്ലെയിൻസ് ഉണ്ട്, അവിടെ ഒരു മലയുണ്ട്. സോ നമ്മൾ പണിയാൻ ഉദ്ദേശിക്കുന്ന ഒരു വലിയൊരു കാസ്റ്റിലാണ്. ഓക്കെ, കാസ്റ്റിൽ. സോ അവിടുന്ന് ഒരു 90/70 ബ്ലോക്ക് ക്ലിയർ ചെയ്യണം. അതായത് ആ ടെറാക്കോട്ടം പോട്ടെ, നെതറാക്ക് ഇരിക്കുന്നിടം തൊട്ട് അവിടെ വരെ, ആ നെതറാക്ക് വരെ ക്ലിയർ ചെയ്യണം. ഓക്കെ, അത്രയും ക്ലിയർ ചെയ്തിട്ട് ബാക്കി ഇവിടെ എല്ലാം ക്ലിയർ ചെയ്യണം. ഓക്കെ, എന്നാണ്. അപ്പോൾ നമ്മുടെ കൂടെ രണ്ടുപേരുണ്ട്, സുൽത്താനും ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ TPG ഗെയിമറും ഉണ്ട്. രണ്ടുപേരുടെയും ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കഴിയുന്ന പോലെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ ഇത്രയും ഏരിയ വെട്ടി നിരപ്പാക്കിയിട്ട് വരാൻ ഗൈസ് കുറേ ഉണ്ട്. ഒരു 50,000 ബ്ലോക്കും കണ്ടുണ്ട്. 67 തൊട്ടാണ് വൈലവിൽ 67 നമ്മൾ പിടിക്കുന്നത്, അവിടെ നിന്ന് വരെ. അപ്പോൾ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് നമുക്ക് നെതറിൽ സെറ്റ് ചെയ്യാമെന്നായിരുന്നു. നെതറിലൊരു കിടിലം ലാവാപ്പൂള് കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് നമുക്കൊരു കിടിലം കൊട്ടാരം പണിഞ്ഞു വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്താ പറയുന്നത്, ഇതിപ്പോൾ ഇത് തന്നെ സെറ്റ് ചെയ്യാന്ന് വെച്ച് ഇവിടെ ഓരോല്ല. കാരണം നെതറിലൊക്കെ കുറച്ച് വള്ളിയാണേ, തൊട്ടടുത്തെല്ലാം സോൾ വാലി ഉള്ളതുകൊണ്ട്, സോൾ വാലി അല്ല, സോൾസ് ആൻഡ് വാലി ഓക്കെ ഉള്ളതുകൊണ്ട് ഗ്യാസ്റ്റൊക്കെ ചുമ്മാ തുപ്പിക്കൊണ്ടിരിക്കുക. പണിയെടുക്കുമ്പോൾ പണിയാണ്. പിന്നെ സെർവറിൽ ഏറ്റവും ആദ്യം നെതറൈറ്റ് ആർമർ ആയത് നമ്മളാണ്. നമ്മൾ സന്തോഷപൂർവ്വം അത് പറയുന്നു. ഏറ്റവും ഫസ്റ്റായിട്ട് നമ്മൾ നെതറൈറ്റ് ആർമറായി. ഏറ്റവും ആദ്യം ഫുൾ എൻചാൻറ്റഡ് ആർമർ ആയതും നമ്മളാണ്. ഓക്കെ, ഇനി നമുക്ക് കുറേ പരിപാടിയുണ്ട്. കുറേ എന്ന് വെച്ചാൽ കുറേ ബേസ് പണിയണം, പിന്നെ ഫാം സെറ്റ് ചെയ്യണം. ഇവിടെ അത്യാവശ്യം ഫാം സെറ്റ് ചെയ്യാം. ഓക്കെ, കുറച്ച് വില്ലേജറിനെ കൊണ്ടൊക്കെ സെറ്റ് ചെയ്യണം. ആദ്യം കൊട്ടാരമൊക്കെ പണിഞ്ഞിട്ട് കൊട്ടാരത്തിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഈ വില്ലേജറിൻ്റെ റെഡി ഹാളും മറ്റും എല്ലാം അകത്ത് തന്നെ സെറ്റ് ചെയ്യാം. ഓക്കെ, അതൊക്കെയാണ് നമ്മുടെ പ്ലാൻ. അത്യാവശ്യം വലിയൊരു കാസ്റ്റിലായിരിക്കും. സ്റ്റേ ട്യൂൺഡ് ഗൈസ്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കാം. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ ഇത്രയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിച്ചു പൊളിച്ച് വേണ്ട ഫുള്ള് പ്ലെയിൻ ആക്കി എടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു 89, അതായത് ഇങ്ങോട്ടൊരു 89, ഇങ്ങോട്ടൊരു 61. ഇതായിരിക്കും കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടും സൈഡും, ലെങ്ത്തും വിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ ആയിട്ടൊരു പൈററ്റ് ഷിപ്പ് വരുന്നുണ്ട്, ക്യൂനാനീസ് റിവെഞ്ച് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ പ്ലാൻ. എന്തായാലും നമ്മൾ ഈ കൊട്ടാരം ബേസ് നെതറിൽ പണിയായിരുന്നതാണ്. നെതറൊക്കെ ഡേഞ്ചർ ആണെന്നറിയാമല്ലോ. സോ അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ പണിയാന്ന് വെച്ചു. ഓക്കെ, ഇത്ര സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്ര സെറ്റ് ചെയ്തെന്ന് വെച്ചാൽ കുറേ ടൈം എടുത്തു. കുറേ ബംഗാളികളെ വിളിച്ചു, അവരെല്ലാം വന്ന് പണി നിന്നു. ഓക്കെ, ഇനി ഇതെല്ലാം നമുക്ക് പൊട്ടിച്ച് താപ്പോട്ട് ഇറങ്ങുമ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള വലിപ്പം കാണാം. എവിടെ കണ്ടാ അത്ര ഉണ്ട് ദൂരം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ ഇവിടുത്തെ പോച്ചയെല്ലാം വെട്ടിക്കളയണം. ഇവിടെ നമുക്ക് നല്ലൊരു സെൻറ്റർ നോക്കിയിട്ട് മാർക്ക് ചെയ്തിടേണ്ടതുണ്ട്. ഓക്കെ, നല്ലൊരു സൈഡ് നമ്മൾ ഇവിടുന്ന് കറക്റ്റ് അളവൊക്കെ എടുത്തിട്ട് കറക്റ്റ് 2 സൈഡിൽ നിന്നും അളവെടുക്കണം. ഇതിപ്പോൾ ചുമ്മാ നമ്മളൊരു ബോർഡർ വെച്ചതന്നേ ഉള്ളൂ, ഈ നെതറാക്ക് വെച്ചിട്ട്. സോ നമ്മുടെ മെയിൻ തീമെന്ന് പറയുന്നത് മെയിൻ തീം ഡീപ്പ് സ്ലേറ്റ്, പിന്നെ എന്താ സ്പ്രൂസ് വരുന്നുണ്ട് അതിൽ, പിന്നെ റെഡ് നെതർ ബ്രിക്ക് വരും. പ്രൂഫ് നമ്മൾ ഒരു ട്യൂട്ടോറിയലാണ് നോക്കുന്നത്, എന്നാലും അതിൽ നമ്മുടേതായിട്ടുള്ള കുറച്ച് ബിൽഡൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്, കുറച്ച് വെറൈറ്റിക്കായിട്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ഈ ഹെൽമെറ്റിലെ ആർമർ ട്രിം എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അത്രയൊക്കെ ഉള്ളു മെയിനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതൊന്ന് സെറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ എൻഡ് ഫൈറ്റ്, നമ്മൾ 2 സൈഡിൽ നിന്ന് 2 സൈഡിൽ നിന്ന് അളവെടുക്കണം. 2 സൈഡിൽ നിന്ന് 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 2 സൈഡിൽ നിന്ന്
ഓൺ ദ വേ ആണ്. പിന്നെ അതിനുവേണ്ടി പ്രിപ്പയർ ആവണം. ഓൾമോസ്റ്റ് എല്ലാം സെറ്റാണ്. ഓക്കെ, ഡോൺ സ്ലീപ്പ് എന്നിട്ടിട്ട് ആരോ കിടന്നുറങ്ങിയിരിക്കുന്നു. സന്തോഷം. പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് നെതർ ഹബ്ബ് എല്ലാവർക്കും വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് മൊത്തം ഡാറ്റ കാര്യങ്ങളൊക്കെയാണ്. അതൊന്നൊന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ പിന്നെ വാർഡനെ അടിക്കാൻ പോയായിരുന്നു, സൈലൻസ് റൂം തപ്പാൻ. അങ്ങനെ പോയി ഒരു തവണ ചത്തു. ഇപ്പോൾ ടോട്ടൽ 3 തവണ ഡെത്തായി. ഈ താഴത്തെ സ്കോർ ബോർഡിലെ ഡെത്ത് കണക്കാക്കണ്ട, അത് നേരത്തെ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉള്ള ഡെത്താണ്. നമ്മുടെ പോർട്ടൽ അല്ലെങ്കിൽ നമ്മുടെ ഹബ്ബ് മാത്രം നമ്മൾ സെറ്റ് ചെയ്തില്ല, ബാക്കി എല്ലാവർക്കും വേണ്ടി നമ്മൾ വഴി വെട്ടിയിട്ടു. ഓക്കെ, ഇത് പഴയതാണ്. ഇതല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. 115 ആയിരിക്കും ഹൈ ലെവൽ ഇതിൻ്റെ. സോ 110 ഒക്കെ ഉദ്ദേശിച്ചത്. പിന്നെ എല്ലാവരുടെ അങ്ങോട്ടും മെയിൻ ഹബ്ബ് വരുന്ന രീതിക്ക് നോക്കിയപ്പോൾ ചിലർക്കൊക്കെ വോയിഡാണ്. വോയിഡ് എന്ന് പറഞ്ഞാൽ താഴെ മൊത്തം ലാവാ പൂളും സംഭവമൊക്കെയാണ്, സ്പേസ് ഇല്ല. സോ അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ച് 115 വെക്കാറ്. ഓക്കെ, പിന്നെ ഇവിടെ ഓരോരുത്തരുടെ ബേസൊക്കെ അത്യാവശ്യം അടുത്തടുത്തുണ്ട്. സോ 1-2 പേരുടെ അത്യാവശ്യം ലോങ് ആണ്. ഓക്കെ, 600 ബ്ലോക്കൊക്കെയാണ് നെതർ വഴി. ഓരോ വേൾഡ് വരുമ്പോൾ 10,000 6,000 ഒക്കെ സംതിങ് വരുന്നുണ്ട്. ആൻഡ് നമ്മുടെ മെയിൻ ഹബ്ബും അത്യാവശ്യം കളച്ചിട്ടിട്ടുണ്ട്. എല്ലാവരും പണിയുണ്ടായ ടൈം കുറവാണേ. ഓക്കെ, എവിടെ കാട്ടിത്തരാം. ഓക്കെ, മെയിൻ ഹബ്ബ് വരുന്നത് വെച്ചാൽ നടുക്ക് 4 പോർട്ടൽ. കഴിഞ്ഞ തവണ ഇതുപോലെ തന്നെ ആയിരുന്നു, 4 പോർട്ടൽ. എന്നിട്ട് 4 സൈഡിലേക്ക് 5x7 അല്ലെങ്കിൽ ഓക്കെ 5x7 ആയിരിക്കും. അതായത് 3 ഐസ് ബ്ലോക്കിനും ഐസിനും പിന്നെ 2 സാധാ നടക്കാനും വേണ്ടിയിട്ടുള്ള. പിന്നെ മാക്സിമം എല്ലാവരും ഇപ്പോൾ എൻ്റെ ഫൈറ്റ് കഴിയുന്നതുകൊണ്ട് എലേറ്റർ എടുത്തിട്ട് പറക്കുമായിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് 7 ബ്ലോക്ക് ഹൈറ്റ്, 7 or 8 ബ്ലോക്ക് ഹൈറ്റ്. അതിൻ്റെ വെളിയിൽ കൂടെ ആയിരിക്കും ഇത് വരിക, എന്താ പറയുക, ഹബിൻ്റെ ഡിസൈൻ വരുന്നത്. സോ ഹബ്ബ് വരുന്നത്, ഓക്കെ, കോട്ടിങ് വരുന്നത്. സോ അപ്പം മൊത്തത്തിൽ നമ്മൾ കുഴിച്ചിടാന്ന് വെച്ചാൽ 9x9 അല്ല, ഇവിടെ 7 വരുമ്പോൾ 3 5 6x4. അപ്പോൾ നമ്മൾ മൊത്തം കുഴിച്ചിടേണ്ടതെന്ന് വെച്ചാൽ 5 6 7x9. 7x9 ആയിരിക്കും നമ്മൾ കുഴിച്ചിടേണ്ട. ഓക്കെ, എല്ലാ സൈഡിലോട്ടും 7x9 കുഴിച്ചിടണം. 7x9 or 10. നമ്മൾ ഹൈറ്റ് 10, വിഡ്ത്ത് 7 എന്ന രീതിക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. സോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ. ഇതാരാ? സ്മല്ലു ഗെയിമർ. ഹായ് ബ്രോ. വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഹായ്. എല്ലാവരൊക്കെ വേണ്ടേ, ഇപ്പോഴും ഇതായതേ ഉള്ളൂ ഡയമണ്ട് ആർമർ. നമ്മൾ വേണ്ട ഫുള്ള് നെതറൈറ്റ്. കണ്ട കണ്ണിലെ തീഷ്ണത നോക്കും നിങ്ങൾ. ഇതാണ് ഇതാണ്ട് ആ ഒരു ട്രിം കൂടെ ഇട്ടപ്പോൾ ഒരു പിരികം പോലെ വരുന്നുണ്ട് ഗൈസ്. നോക്ക് സെറ്റാണ്. ആ ട്രിം ഊരി അല്ല ട്രിം പോട്ടെ. അയ്യോ, ഇതെടുത്ത് കളഞ്ഞിട്ടോ. എവിടെ? ഇൻവെന്ററി കയറിയോ? ഓ ഭാഗ്യം. ഓക്കെ കണ്ട ഇതാണ് നമ്മുടെ ശരിക്കുള്ള സ്കിന്ന്. ആ തീഷ്ണത കണ്ട നിങ്ങൾ. ഇതാണ് നമ്മുടെ ശരിക്കുള്ള സ്കിന്ന്. പക്ഷേ ഇത് 128x128 പിക്സൽ ആയതുകൊണ്ട് ജാവയിൽ കുറച്ച് ഇതാണ് എന്തോ പ്രശ്നമാണ്, വർക്കാവില്ല. 64 അല്ലേ ജാവയിലുള്ളൂ. സോ ഇത് ഈ ഇടയ്ക്കിടയ്ക്ക് ഗ്ലിച്ചടിച്ച് പോകും. എന്നിരുന്നാലും നമ്മളിതിട്ടിരിക്കും. ഓക്കെ, തീഷ്ണത കാണാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം വരുന്നത് വരെ ബൈ.